ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ ചാപ്റ്റേഴ്സാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ക്ലാസ്സുകളൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിറച്ച് കമൻറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ഇടുന്നവർക്കും കമൻറ്റ് ഇടാൻ ഇനി വരുന്നവർക്കും ഒക്കെ ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾക്ക് ഉള്ളത്. അതുകൊണ്ട് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പ്രധാനമായിട്ടും 9 ചാപ്റ്റേഴ്സാണുള്ളത്. അതിലൊന്നാമത്തെ ചാപ്റ്റർ അളവുകളും യൂണിറ്റുകളും, രണ്ടാമത്തേത് ചലനവും ബലവും, മൂന്നാമത്തേത് മർദ്ദം. ഇത് മൂന്നും ഫിസിക്സിൽ നിന്നുള്ളതാണ്. അതുപോലെ 4ാമത്തെ ചാപ്റ്റർ മാറ്റങ്ങളുടെ രസതന്ത്രം, 5ാമത്തേത് മൂലകങ്ങളും സംയുക്തങ്ങളും, 6 ലോഹങ്ങളും അലോഹങ്ങളും. ഇവ 3 ചാപ്റ്റേഴ്സ്, അതായത് 4 മുതൽ 6 വരെയുള്ള ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിൽ നിന്നുള്ളതാണ്. ഇനി അടുത്ത ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്, നട്ട് നനയ്ക്കാം നന്മകൾ കൊയ്യാം. ഇത് നമ്മുടെ ബയോളജിയിൽ നിന്നുള്ളതാണ്. അതുപോലെ 8ാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ഉത്ഭവം ജീവികളുടെയും എന്ന് പറയുന്ന ചാപ്റ്റർ ബയോളജിയിൽ നിന്നുള്ളതാണ്. അതുപോലെ 9ാമത്തെ ചാപ്റ്ററാണ് കോശങ്ങളും ജാലങ്ങളും. ഇങ്ങനെ 9 ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പാർട്ട് 1 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സമയം പാഴാക്കി കളയേണ്ട, നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. നമ്മളിന്ന് 1ാമത്തെ ചാപ്റ്റർ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ കാറിൻ്റെ എൻജിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലുമാണ് നിർമ്മിച്ചത്. പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെ കൃത്യമായി യോജിപ്പിക്കുവാൻ കഴിയും? അപ്പോൾ അളവുകളും യൂണിറ്റുകളും എന്ന ഒരു ഭാഗത്തിൽ അവരുടെ സംസാരമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിഗമനങ്ങൾ എഴുതി നോക്കൂ. ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. ഇത്തരം അളവുകളാണ് ഭൗതിക അളവുകൾ. അപ്പോൾ ഭൗതിക അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കുന്ന അളവുകളാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന ജീവിത സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. ഓരോന്നിലെയും ഭൗതിക അളവുകൾ കണ്ടെത്തൂ. അപ്പോൾ ഇവിടെ ഒരു 3 ചിത്രം തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ടെത്തിയ അളവുകൾ പട്ടികയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ 1ാമത്തെ ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ ഒരാൾ ടേപ്പ് വെച്ച് അളക്കുന്നതാണ് തന്നിരിക്കുന്നത്. ഇനി 2ാമത്തതിൽ കിലോഗ്രാം, അതായത് നമ്മുടെ കിലോ ഇത്ര തൂക്കം, ആ ഒരു അളവാണ് തന്നിരിക്കുന്നത്. ഇനി 3ാമതായിട്ട് തയ്യക്കാരൻ എന്ത് ചെയ്യുന്നു? ഷർട്ട് തയ്ക്കുന്നതിന് വേണ്ടി അളവെടുക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള അളവുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇവിടെയും തന്നിട്ടുണ്ട് ചിത്രത്തിൽ ഒരാൾ ഓടുന്നത് എത്ര സമയം കൊണ്ടാണ് എന്നറിയാൻ വേണ്ടി ഇവിടെ ടൈം വെച്ചിട്ടുണ്ട്. അതങ്ങനെ നമ്മൾ കണ്ടു. അതുപോലെ അടുത്ത ചിത്രം തന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ BP പരിശോധിക്കുന്ന, ബ്ലഡ് പ്രഷർ പരിശോധിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഐ ടെസ്റ്റിൻ്റെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോന്നും നമ്മൾ കുഴിയുടെ ആഴം അളക്കുന്നു. അപ്പോൾ ആഴം അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭൗതിക അളവാണ് നീളം.
അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട സന്ദർഭം എന്താണ്? ഒരു കുഴിയുടെ ആഴം ടേപ്പ് ഉപയോഗിച്ച് അളക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഭൗതിക അളവ് എന്ന് പറയുന്നത് നീളമാണ്. പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നു. തൂക്കം അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മാസ് ആണ്. തയ്യൽക്കാരൻ അളവെടുക്കുന്നു. അത് നമ്മൾ അളക്കുന്നത് എന്താണ്? തയ്യൽക്കാരൻ അളവെടുക്കുന്നത് നമ്മുടെ നീളവും വീതിയും അങ്ങനെയുള്ള അളവാണ് എടുക്കുന്നത്. ഇനി ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു. അതും നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈമാണ് അളക്കുന്നത്, സമയമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രക്തസമ്മർദ്ദം അളക്കുന്നു. ഒരാളുടെ ബ്ലഡ് പ്രഷർ അളക്കുന്നു. അത് നമ്മുടെ ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം എത്രയാണ് എന്നാണ് കണ്ടെത്തുന്നത്. ശരീരത്തിൻ്റെ ചൂട് അളക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട്, നമുക്ക് പനിയുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എത്ര ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് എന്ന് അളക്കുന്നതാണ്. നമ്മൾ ഈ 6 സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. മേൽ കൊടുത്ത സന്ദർഭങ്ങളിലെല്ലാം ഭൗതിക അളവുകൾ പ്രായോഗിക പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പരിചിതമായ കൂടുതൽ ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭൗതിക അളവുകളും നേരിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയുമോ? അപ്പോൾ എല്ലാ ഭൗതിക അളവുകളും നമുക്ക് നേരിട്ട് അത് കണ്ട് അളന്ന് എടുക്കാൻ കഴിയുമോ? ഇല്ല. നേരിട്ട് അളക്കാൻ കഴിയാത്തവയെ മറ്റ് അളവുകളുമായി ബന്ധപ്പെടുത്തി എഴുതാനാകുമോ? അപ്പോൾ നേരിട്ട് അളക്കാൻ കഴിയാത്തവയെ നമുക്ക് മറ്റ് അളവുകളുമായി ബന്ധപ്പെടുത്തി എഴുതാനാകുമോ? അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും ഉണ്ട്. എന്താണ് അടിസ്ഥാന അളവുകളെന്നും എന്താണ് വ്യുൽപ്പന്ന അളവുകളെന്നുമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭൗതിക അളവുകൾ അനവധിയുണ്ട്. ഇവയിൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട അടിസ്ഥാന അളവുകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. നീളമുണ്ട്, അതുപോലെ മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അടിസ്ഥാന അളവുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റ് എല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. അപ്പോൾ ഈ അടിസ്ഥാന അളവുകളെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റ് അളവുകളൊക്കെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ എന്താണ് അടിസ്ഥാന അളവുകൾ? അപ്പോൾ ഇവിടെ അടിസ്ഥാന അളവ് എന്തെന്ന് നമുക്കിവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. അപ്പോൾ അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ മറ്റ് അളവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസ്താവിക്കാൻ കഴിയില്ല. ഇനി പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതാണ്. അപ്പോൾ പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഇനി ചിത്രം 1 സൂചിപ്പിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലെ അടിസ്ഥാന അളവുകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? പാല് അളക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ലിറ്ററാണ്, അല്ലെങ്കിൽ പാലോ വെള്ളമോ ഇത് എങ്ങനെയാണ്? ലിറ്റർ അനുസരിച്ചാണ് കണക്കാക്കുന്നത്. അടുത്ത ഇതിൽ മരുന്ന് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മില്ലി അനുസരിച്ചാണ് മരുന്ന് വീഴ്ത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിത്യ അളവിൽ നമ്മൾ നിത്യജീവിതത്തിലെ മറ്റ് അളവുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇവ ഓരോന്നും കണ്ടെത്തുന്ന വിധം രേഖപ്പെടുത്തി പട്ടിക ഉചിതമായി പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭം എന്താണ്? ചുമർ പെയിൻറ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭൗതിക അളവാണ് പരപ്പളവ്. അപ്പോൾ ചുമർ പെയിൻറ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അളവ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഭൗതിക അളവാണ്. അതിൽ വരുന്നതാണ് പരപ്പളവ്. ഇനി ഇത് കണ്ടെത്തുന്ന വിധം എന്താണ്? പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. പരപ്പളവ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാണ് നമ്മൾ ഒരു പരപ്പളവ് കണ്ടെത്തുന്നത്. ഇനി മരുന്നിൻ്റെ അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ് അതെങ്ങനെയാണ്? വ്യാപ്തമാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ അതിൻ്റെ വ്യാപ്തം അനുസരിച്ചാണ് വീഴ്ത്തുന്ന മരുന്നിൻ്റെ അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ്. അപ്പോൾ വ്യാപ്തം സമം അളവ് ജാറിൻ്റെ ചുറ്റളവ്
അപ്പോൾ വ്യാപ്തം കാണുന്നതിന് വേണ്ടിയിട്ട് വ്യാപ്തം സമം അളവ് ജാറിൻ്റെ ചുറ്റളവ് ഇൻറ്റു നമ്മുടെ മരുന്നിൻ്റെ അളവ് അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ്, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. പരപ്പളവ്, വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചത്? അപ്പോൾ പരപ്പളവ് അതുപോലെ വ്യാപ്തം ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച അളവ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അളവെന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ അഥവാ വിതരണ വിസ്തൃതിയുടെ അളവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിതരണ വിസ്തൃതി, ഇപ്പം നമ്മൾ പരപ്പളവ്, വ്യാപ്തം ഇതൊക്കെ അതിൻ്റെ വിതരണ വിസ്തൃതിയുടെ അളവ് ഉപയോഗിച്ചാണ് കണ്ടെത്തുന്നത്. ഇവയെല്ലാം 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം തന്നെയല്ലേ? അപ്പോൾ ഇതൊക്കെ 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സൂചിപ്പിക്കുന്നത്? അവിടെ സൂചിപ്പിക്കുന്ന അളവാണ് നീളം എന്ന് പറയുന്ന ഭൗതിക അളവ്. പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പരപ്പളവും വ്യാപ്തവും കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന അളവ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റ് അളവുകളെ വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് മറ്റളവുകൾ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള അളവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വ്യുൽപ്പന്ന അളവുകൾ. വ്യുൽപ്പന്ന അളവുകൾക്ക് ഒരു നിർവചനം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? എന്താണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് ചോദിച്ചാൽ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. അപ്പോൾ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നു. ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എത്രയാണ്? 14.2 കിലോഗ്രാം എന്നാണ് ഇവിടെ ഈ ഒരു മാസ് തന്നിരിക്കുന്നത്. 14.2 കിലോഗ്രാം. ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 14.2 കിലോഗ്രാം എന്ന് പറയുമ്പം അവിടെ എത്രയാണ്? 14.2 എന്ന് പറയുന്ന സംഖ്യാമൂല്യമുണ്ട്. അവിടെ ഏത്? കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റും കൂടി ഉപയോഗിച്ചാണ് ഈ 14.2 കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ താഴെ കൊടുത്ത ചിത്രങ്ങളിലെ ഭൗതിക അളവുകളുടെ സംഖ്യാമൂല്യവും യൂണിറ്റും എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സംഖ്യാമൂല്യവും അതിൻ്റെ യൂണിറ്റും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ താപനില, ഒന്നാമത്തേത് നമ്മൾ ഭൗതിക അളവ് പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ താപനില നോക്കുകയാണ്, ചൂട് നോക്കുകയാണ്. അപ്പോൾ താപനില എത്രയാണ്? എങ്ങനെയാണ് കണക്കാക്കുന്നത്? താപനില അവിടെ തന്നിട്ടുണ്ട് 37.8. അപ്പോൾ അതാണ് അവിടുത്തെ ഭൗതിക അളവ് എന്ന് പറയുന്നത്. ഇനി സംഖ്യാമൂല്യം എന്താണ്? 37.8 ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിനൊരു യൂണിറ്റ് കാണും. ആ യൂണിറ്റ് ഏതാണ്? താപനിലയുടെ യൂണിറ്റാണ് സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പം 37.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി രേഖപ്പെടുത്തുന്ന രീതി എങ്ങനെയാണ്? 37.8 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ കാണുന്ന അതേപോലെ രേഖപ്പെടുത്തും. ഇനി നോക്കിയേ, അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം ഒരാളുടെ ഉയരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം അളവ്, നമ്മുടെ ഉയരം കണക്കാക്കുന്നത് എപ്പോഴും സെൻറ്റിമീറ്ററിലാണെന്ന് നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഭൗതിക അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അത് സെൻറ്റിമീറ്റർ ആണ് ഭൗതിക അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? 165 എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സംഖ്യാമൂല്യത്തിന് അങ്ങനെ സൂചിപ്പിക്കും. എന്നിട്ട് എന്താണ്? 165 സെൻറ്റിമീറ്റർ എന്നായിരിക്കും ഇവിടെ തരുന്നത്. CM അഥവാ സെൻറ്റിമീറ്റർ എന്ന് തരും.
ഇനി നമ്മളിവിടെ രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെ എഴുതും? 165 അല്ലെങ്കിൽ 64 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ അളന്ന് പറയുന്നത്. ഇനി നോക്കിയേ, മൂന്നാമത്തെ ചിത്രം എന്താ തന്നിരിക്കുന്നത്? മൂന്നാമത്തെ ചിത്രത്തിൽ 1 കിലോഗ്രാം, 1 ലിറ്റർ എന്നിങ്ങനെ കണക്കുകളാണ് തന്നിരിക്കുന്നത്. കിലോഗ്രാം, അതുപോലെ ലിറ്റർ, അങ്ങനെയുള്ള കണക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കിലോഗ്രാം ഭൗതിക അളവ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? കിലോഗ്രാമാണ്. കിലോഗ്രാമാണ് ഭൗതിക അളവ്. ഇനി ഈ കിലോഗ്രാമിന് തന്നിരിക്കുന്ന സംഖ്യാമൂല്യം എത്രയാണ്? 1 കിലോഗ്രാം. അപ്പോൾ ഇവിടെ സംഖ്യാമൂല്യം തന്നിട്ടുണ്ട് 1. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കിലോഗ്രാം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ കിലോഗ്രാം. ഇനി നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്താണ്? 1 കിലോഗ്രാം. എങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭൗതിക അളവും അതുപോലെ അതിൻ്റെ സംഖ്യാമൂല്യവും അതിൻ്റെ യൂണിറ്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്. പട്ടികയിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം, സംഖ്യയും യൂണിറ്റും ചേർത്തെഴുതണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് മറ്റൊന്നുമല്ല, നമ്മൾ ഭൗതിക അളവ് പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ മൂല്യം, സംഖ്യയും യൂണിറ്റും ചേർത്തെഴുതണം. ഇപ്പോൾ 156 എന്ന് പറയുമ്പം ഒരാളുടെ അതിൻ്റെ മൂല്യമാണ്. അപ്പോൾ ആ മൂല്യത്തെ നമ്മൾ എങ്ങനെ എഴുതണം? ഭൗതിക അളവിൻ്റെ മൂല്യം, സംഖ്യയും യൂണിറ്റും ചേർത്തെഴുതണം. അപ്പോൾ 165 എന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ. അപ്പോൾ CM എന്നും കൂടി ചേർത്ത് എഴുതണം. അങ്ങനെയാണ് നമ്മളൊരു ഭൗതിക അളവ് പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ മൂല്യം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ മൂല്യം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഭൗതിക അളവ് പ്രസ്താവിക്കുമ്പോൾ മൂല്യം എങ്ങനെ കണക്കാക്കണം? അതിൻ്റെ മൂല്യം, സംഖ്യയും യൂണിറ്റും ചേർത്തെഴുതണം. ഇനി നമ്മൾ പറയുന്നത് ഭൗതിക അളവുകളുടെ യൂണിറ്റുകളെ കുറിച്ചാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഉയരം പെൻസിൽ ഉപയോഗിച്ച് ചിത്രത്തിലേതുപോലെ ചുമരിൽ അടയാളപ്പെടുത്തുക. വ്യത്യസ്ത നീളമുള്ള 2 ഈർക്കിലുകൾ ഉപയോഗിച്ച് കുട്ടിയുടെ ഉയരം ഓരോരുത്തരും അളന്ന് കണ്ടെത്തുക. ലഭിച്ച അളവുകൾ സയൻസ് ഡയറിയിൽ എഴുതുക. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ അളവ് തന്നിട്ടുണ്ട്. ആ അളവ് നമ്മൾ എന്ത് ചെയ്യുക? ആ കുട്ടിയുടെ അളവ് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അളക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വ്യത്യസ്ത നീളമുള്ള 2 ഈർക്കിലുകൾ ഉപയോഗിച്ച് കുട്ടിയുടെ ഉയരം ഓരോരുത്തരും അളന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലഭിച്ച അളവുകൾ സയൻസ് ഡയറിയിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ബക്കറ്റിൽ ജലമെടുക്കുക. വ്യത്യസ്ത വലിപ്പമുള്ള 2 ഗ്ലാസുകൾ ചിത്രം 1:16 തന്നിരിക്കുന്നത് പോലെ ഉപയോഗിച്ച് ഇതിലെ ജലം അളന്നു നോക്കൂ. അളവുകൾ സയൻസ് ഡയറിയിൽ എഴുതൂ. ഇതൊക്കെ കുട്ടികൾക്കുള്ള വർക്കുകളാണ്. ഇനി സയൻസ് ഡയറിയിൽ എഴുതിയ 2 പ്രവർത്തനങ്ങളിലെയും അളവുകൾ നൽകിയിരിക്കുന്ന പട്ടികയിൽ ക്രോഡീകരിക്കൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ചില പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഭൗതിക അളവ് കണ്ടെത്തണം, അളക്കാനുള്ള തോത് ആയി ഉപയോഗിച്ച വസ്തു എന്തെന്ന് കണ്ടെത്തണം, രേഖപ്പെടുത്തിയ അളവ് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് കുട്ടിയുടെ ഉയരം അളക്കുന്നത് എങ്ങനെയാണ്? ഭൗതിക അളവ്, ഉയരം അളക്കുന്നതിനുള്ള അളവ് നീളമാണ്. എപ്പോഴും ഉയരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? നീളമാണ്. അളക്കാനുള്ള ഈ തോത് ആയിട്ട് ഉപയോഗിച്ച വസ്തു നീളം കൂടിയ ഈർക്കിൽ ഉപയോഗിച്ചു. അപ്പോൾ രേഖപ്പെടുത്തിയ അളവ് എത്രയാണ്? 2 അല്ലെങ്കിൽ 3 ഈർക്കിലി എന്നൊക്കെ നമുക്ക് പറയാം. ഇനി അതുപോലെ നീളം കുറഞ്ഞ ഈർക്കിലാണെങ്കിൽ നമ്മൾ എത്ര എണ്ണം ഉപയോഗിച്ചു? 3 എണ്ണം ഉപയോഗിച്ചു, 3 ഈർക്കിലി എന്നൊക്കെ പറയാം. ഇനി ജലത്തിൻ്റെ അളവ് കണ്ടെത്തുന്നത്, അതിന് ഉള്ള ഭൗതിക അളവ് ഏതാണ്? ജലത്തിൻ്റെ അളവ് കണ്ടെത്തുന്ന ഭൗതിക അളവാണ് വ്യാപ്തമാണ്. വ്യാപ്തം. ഇനി വലിപ്പം കൂടിയ ഗ്ലാസ്, വലിപ്പം കുറഞ്ഞ ഗ്ലാസ്, നമുക്ക് ഒന്നുകിൽ വലിപ്പം കൂടിയ ഗ്ലാസ് എടുക്കാം, അതല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞ ഗ്ലാസ്. ഇതാണ് നമ്മൾ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വലിപ്പം കൂടിയ അളവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തു. വലിപ്പം കുറഞ്ഞതാണെങ്കിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളം എടുത്തു. അങ്ങനെയൊക്കെ നമുക്ക് വലിപ്പം കൂടിയതാണെങ്കിൽ 3 ഗ്ലാസ് ആകുമ്പോൾ, വലിപ്പം കുറഞ്ഞതാണെങ്കിൽ നമ്മൾ 4-5 ഗ്ലാസ് എടുക്കേണ്ടി വരും. പട്ടിക വിശകലനം ചെയ്യൂ. ഒരു ഭൗതിക അളവ് കണ്ടെത്താൻ 2 തോതുകൾ വീതമാണല്ലോ ഓരോ സന്ദർഭത്തിലും ഉപയോഗിച്ചത്. ഇവ രണ്ടിലും ലഭിച്ച അളവ് ഒരുപോലെയാണോ? അപ്പം നമ്മൾ ഒരു കാര്യം അളക്കാൻ, ഇപ്പം നമ്മൾ ചെറിയ ഗ്ലാസ്സും എടുത്തു, വലിയ ഗ്ലാസ്സും എടുത്തു. അപ്പോൾ വലിയ ഗ്ലാസ്സിലെ അളവും ചെറിയ ഗ്ലാസ്സിലെ അളവും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്.
അളവുകൾ തുല്യമാകാതിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒരേ രീതിയിലുള്ള അളവല്ല എടുത്തത്, 2 ഗ്ലാസ്സുകൾ, ഒന്ന് വലുതും ഒന്ന് ചെറുതും എടുത്തു. അപ്പോൾ അവിടെ അളവ് എന്ത് ചെയ്തു? വ്യത്യാസമായി. എല്ലാവരും ഒരേ തോത് ഉപയോഗിക്കുമ്പോൾ ഒരേ അളവ് തന്നെ ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരേ തോത് ആണ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ഒരേ അളവ് തന്നെ ലഭിക്കും. ഒരു ഭൗതിക അളവ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർ അളന്നാലും ഒരേ അളവ് തന്നെ ലഭിക്കണ്ടേ? അപ്പോൾ ഒരു ഭൗതിക അളവ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് അളന്നാലും എന്ത് ചെയ്യണം? അതേ അളവ് തന്നെ ലഭിക്കണം. ഇതിനായി എല്ലാവരും നിശ്ചിതമായ ഒരു അടിസ്ഥാന തോത് സ്വീകരിച്ചാൽ മതിയാകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അടിസ്ഥാന അളവ് അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു അടിസ്ഥാന തോത് സ്വീകരിച്ചാൽ മതിയാകും അല്ലേ? ഇതിനെയാണ് ഭൗതിക അളവുകളുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൗതിക അളവുകളുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക അളവുകളുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നിവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ബോക്സിൽ. ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഓരോ പ്രദേശത്തും അളക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വ്യത്യസ്ത യൂണിറ്റുകളാണ് സ്വീകരിച്ചിരുന്നത്. ഉദാഹരണമായി നീളം അളക്കുന്നതിന് നമ്മുടെ നാട്ടിൽ അടി, മുഴം, ചാൺ എന്നീ അളവുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പം നീളം അളക്കുന്നതിന് നമ്മൾ 1 അടി, 2 അടി, 3 അടി, അതുപോലെ 1 മുഴം, 2 മുഴം, കയറൊക്കെ നമ്മൾ അങ്ങനെ അളന്ന് എടുക്കാറുണ്ട്. അതുപോലെ ചാണ് എന്നീ അളവുകളൊക്കെ പണ്ട് കാലത്ത് നീളം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇനി അടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാൽപാദം വെച്ചിട്ട് 1 അടി 2 അടി അങ്ങനെ അളന്നു പോകുന്നതാണ് അടി. മുഴം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൈവിരൽ മുതൽ കൈവിരലിൻ്റെ തുമ്പ് മുതൽ കൈമുട്ട് വരെ അളക്കുന്നതാണ് മുഴം എന്ന് പറയുന്നത്. ഇനി ചാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ തള്ളവിരൽ മുതൽ ചെറിയ കുഞ്ഞു വിരൽ വരെയുള്ള ആ ഒരു അകലം, അതാണ് നമ്മൾ ചാണായിട്ട് കണക്കാക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലും എങ്ങനെയായിരുന്നു? പല തരത്തിലുള്ള അളവുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇങ്ങനെ അളവുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതിന് കൃത്യത കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നു. ഒന്നാമത്തേത് എന്താണ്? ഇതിന് കൃത്യത വളരെ കുറവായിരിക്കും. മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ അളവ് എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മുടെ ഇടയിലുള്ളവർക്ക് മാത്രമേ ഈ അളവിന് അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ള രാജ്യക്കാർക്ക് ഈ അളവ് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്തെല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, നീളം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാ ഭൗതിക അളവുകൾക്കും എന്തുണ്ട്? ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകൾ ഉണ്ട്. ഈ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, ഈ യൂണിറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റുകൾ. അല്ലെങ്കിൽ SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, അതിൻ്റെ ചുരുക്കെഴുത്താണ് എന്ത്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും എന്ത് കിട്ടുന്നു? ഒരേ അളവ് തന്നെ ലഭിക്കുന്നു. അതാണ് SI യൂണിറ്റിൻ്റെ പ്രത്യേകത.
നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ജപ്പാനിൽ നിന്നുള്ള പാർട്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് കാറ് നിർമ്മിക്കാൻ ഉപയോഗിച്ചാലും നമുക്ക് എന്താണ് എല്ലായിടത്തും ഒരേ അളവ് തന്നെയാണ് ലഭിക്കുന്നത്. ഒരു ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. അപ്പോൾ ഒരു ഭൗതിക അളവ് ആണെങ്കിൽ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൗതിക അളവുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണെന്ന് പറഞ്ഞു. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകളാണ് നമ്മൾ പറയുന്നത്. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. ഇതിൻ്റെ പ്രതീകമാണ് നമ്മൾ സ്മോൾ m ആണ് നീളത്തിൻ്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നീളത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? നീളത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ അത് മീറ്റർ ആണ്. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. ഇതിൻ്റെ പ്രതീകം നമ്മൾ എങ്ങനെ ഇതിനെ സൂചിപ്പിക്കുന്നത്? സ്മോൾ ലെറ്റർ m ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മീറ്ററിനെ സൂചിപ്പിക്കുന്നത്. ഇനി നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ തുടങ്ങിയവ. അപ്പം നീളത്തിന് മറ്റ് യൂണിറ്റുകളുമുണ്ട്. SI യൂണിറ്റാണ് നമ്മൾ പറഞ്ഞ മീറ്റർ എന്ന് പറയുന്നത്. പിന്നീട് ഇതിനുള്ള അത് എന്തൊക്കെയാണ്? നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ ചോദിച്ചാൽ സെൻറ്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. ഇവയെ നമുക്ക് പരിചയപ്പെടാം. ഇനി ഇവ എന്താണ് നമ്മൾ നോക്കുന്നത്? ചിത്രത്തിൽ ഒരു മീറ്റർ സ്കെയിലിൻ്റെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഒരു മീറ്റർ സ്കെയിലാണ്. സയൻസ് ലാബിലുള്ള ഒരു മീറ്റർ സ്കെയിൽ എടുത്ത് പരിശോധിക്കുക. സ്കെയിലിൽ ചെറിയ വരകളും വലിയ വരകളും കാണുന്നുണ്ടല്ലോ. അടുത്തടുത്ത രണ്ട് വലിയ വരകൾക്കിടയിലുള്ള ദൂരം 1 സെൻറ്റിമീറ്ററും ചെറിയ വരകൾക്കിടയിലുള്ള ദൂരം 1 മില്ലിമീറ്ററും ആണ്. അപ്പോൾ അടുത്തടുത്ത രണ്ട് വലിയ വരകൾക്കിടയിലുള്ള ദൂരത്തെ നമ്മൾ എന്ത് പറയുന്നു? 1 സെൻറ്റിമീറ്ററും ചെറിയ വരകൾക്കിടയിലുള്ള ദൂരം 1 മില്ലിമീറ്ററും ആണ്. അപ്പോൾ ഇനി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ബന്ധം തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നാണ് ചോദിച്ചത്. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതുപോലെ 10 മില്ലിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് 1 മീറ്റർ എത്രയാണെന്നാണ്. 1 മീറ്റർ 1000 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മില്ലിമീറ്റർ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണ് എന്നും നമ്മൾ പഠിച്ചു. ഇതിലും ചെറിയ അളവുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടോ? അപ്പോൾ ഇതിലും ചെറിയ അളവുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസ് ശ്രദ്ധിക്കൂ. അവിടെ നിരോധിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. 30/10/2022 മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു. അപ്പോൾ പ്ലാസ്റ്റിക് കവറുകളുടെ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോട്ടീസിൽ പറയുന്ന അളവ് ഏതാണ്? അപ്പോൾ എന്താണ്? മൈക്രോൺ ആണ് നോട്ടീസിൽ നമ്മൾ പറഞ്ഞ അളവ്. മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. 1 മീറ്റർ എത്ര മൈക്രോമീറ്റർ ആയിരിക്കും? അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മൈക്രോമീറ്റർ ആയിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മൈക്രോൺ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിൻ്റെ ചുരുക്കപ്പേരാണെന്ന് നമ്മൾ പറഞ്ഞു. 1 മീറ്റർ 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്
ഒരു മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീറ്റർ എത്രയാണ്? 10 ലക്ഷം മൈക്രോമീറ്റർ ചേരുമ്പോഴാണ് ഒരു മീറ്റർ ആകുന്നത്. അപ്പോൾ അതിലുള്ള 30 മൈക്രോൺ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ട്. റോഡരികിലുള്ള ഈ സൈൻ ബോർഡിൻ്റെ KM, അതായത് കിലോമീറ്റർ എന്ന് അടയാളപ്പെടുത്തിയത് കിലോമീറ്റർ എന്നതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ ഒരു ആരോ തന്നിട്ട് ഇവിടെ പലപ്പോഴും റോഡുകളിൽ നമ്മൾ കാണുന്നതാണ്. തിരുവനന്തപുരം 13 കിലോമീറ്റർ, അല്ലെങ്കിൽ കൊല്ലം 24 കിലോമീറ്റർ, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കിലോമീറ്ററിൽ അളവ് ഇതുപോലെ റോഡരികിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ റോഡരികിലുള്ള ഈ സൈൻ ബോർഡിൽ KM എന്ന് അടയാളപ്പെടുത്തിയത് കിലോമീറ്റർ എന്നതിൻ്റെ പ്രതീകമാണ്. ഒരു കിലോമീറ്റർ എന്നത് എത്ര മീറ്റർ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് നമുക്ക് അറിയാം. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ? അപ്പോൾ ഇതിനേക്കാൾ വലിയ അളവുകൾ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സൗരയുധത്തിൻ്റെ അളവുകോൽ, അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്, സൗരയുധത്തിൻ്റെ അളവുകോൽ. അസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മുടെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അപ്പോൾ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം എന്ത് ചെയ്യുന്നു? ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ പ്രകാശത്തിൻ്റെ വേഗത എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പറയാം? ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് ആര് സഞ്ചരിക്കുന്നത്? പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ പ്രകാശം അഥവാ നമ്മുടെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണെന്ന് നമ്മൾ പഠിച്ചു. ഇത് എത്രയാണ്? ഏകദേശം അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു പ്രകാശവർഷം എന്താണെന്ന് പറഞ്ഞു. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ എന്ന് പറയുന്ന ഭാഗമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. താങ്ക്